സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറയുന്ന ഒരാളുകൾ ഒരു കൂട്ടം സിനിമാക്കാർ വന്ന് അദ്ദേഹത്തെ നടുക്കിരുത്തി തേജോവധം ചെയ്യായിരുന്നു. പക്ഷെ ഇന്ന് അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങൾക്കും വാല്യൂ ഉണ്ടെന്ന് പലരും പല പേജസിലും പറയാറുണ്ട്. ഇപ്പോഴത്തെ തലമുറയുടെ ഏറ്റവും വലിയൊരു ഇതെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു കാര്യം ഇഷ്ടമല്ലെങ്കിൽ അത് വിട്ടേക്കാം. സോഷ്യൽ മീഡിയ കുട്ടികളുടെ കൂടുതൽ ക്ലാസ് അടങ്ങിയ CD ഇതിന്റെ ബാഗിൽ 20 രൂപ. കാർത്തി ശങ്കറിന്റെ സോഷ്യൽ മീഡിയ അവലോകനം CD. രേണു സുധിയെ പറ്റിയിട്ട് എന്താണ്? സുധി അറിയുന്ന റീൽസ് വഴിയല്ലേ എല്ലാം സംഭവിക്കുന്നതല്ലേ അല്ലേ? അവരെ ഇഷ്ടമല്ലേ? അപ്പൊ നമ്മളത് പറഞ്ഞിട്ട് എന്ത് കാര്യം? അവരവരുടെ ഇഷ്ടത്തിന് ജീവിക്കുന്നു. ക്ലബിന് എന്തിനാണ് കൊണ്ട് ബിഗ് ബോസിൽ കൊണ്ട് എന്റെ ഇന്റിമേറ്റ് ഫ്രണ്ട് ഉണ്ട്, ലാലേട്ടൻ എന്ന് പറയും, സിനിമയിലൊക്കെ ഉണ്ട്. എന്റെ വളരെ നല്ല സുഹൃത്താണ്. എനിക്ക് മറ്റേ ബിഗ് ബോസ് മറ്റേ പറയുന്ന പറയുന്ന ആളല്ലേ സമയം 7:30 പുള്ളിയുടെ പേര് രഞ്ജൻ നായർ എന്നാണ് പുള്ളിയുടെ പേര്. രഞ്ജു എന്ന് വിളിക്കും. ഇവരും കാർത്തിക് ഉടക്കാണ്. അതെ അതെ, ഞങ്ങൾ ശത്രുക്കളാണ്. എന്നെ ഏതെങ്കിലും ഒരു ഇൻഫ്ലുവൻസർ മീറ്റിൽ കണ്ടിട്ടുണ്ടോ? ഞാൻ ഒന്നിനും പോകാറില്ല. ഞാൻ വളരെ റയറായിട്ട് 1-2 ഇതിലൊക്കെ പോയിട്ടുള്ളൂ. ഞാൻ ഇൻഫ്ലുവൻസർ അല്ലെങ്കിൽ അങ്ങനെയുള്ള മീറ്റുകൾ അങ്ങനെയുള്ള ഫംഗ്ഷൻസിൽ ഒന്നും പോകാത്ത ഒരാളാണ്. ബിഗ് ബോസിൽ എന്റെ അടുത്ത കുട്ടിയുണ്ട്, അനുമോൾ, അനിയത്തി കുട്ടിയാണ്. കോൺട്രവേഴ്സിയും കാര്യങ്ങളൊക്കെ. അതെ അതെ അതെ, അതുകൊണ്ട് ഞാൻ വെറുതെ വായി വെച്ചോണ്ട് മിണ്ടായിരിക്കുന്നു. പിന്നെ ഇനിയിപ്പോ ഇത് അവൾ വെളിയിറങ്ങുമ്പോ ഇത് കാണുമ്പോൾ എന്തായാലും ചേട്ടാ എന്റെ പേര് പോലുള്ള പറഞ്ഞല്ലോ ചോദിക്കുന്നത്. അതുകൊണ്ട് ഞാൻ Make every wedding unforgettable. Joya Lucas, world's favorite jeweler. സോ ഹായ് എവരിവൺ, എല്ലാവർക്കും മൂവി വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ ദേവിക. ആൻഡ് ഇന്ന് എൻ്റെ കൂടെ വത്സല ക്ലബ് എന്ന് പറയുന്ന നമ്മളുടെ പുതിയൊരു സിനിമ ആൻഡ് 26 സെപ്റ്റംബറിലാണ് റിലീസ് ആവാൻ പോകുന്നത്. സോ കൂടുതൽ വിശേഷങ്ങളൊക്കെ നമ്മളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനകത്ത് മെയിൻ പില്ലേഴ്സ്, നമ്മളുടെ മെയിൻ ക്യാരക്ടേഴ്സ് ഒക്കെ തന്നെ ഇവിടെയുണ്ട്. സോ എല്ലാവരും നമുക്കത് പരിചയപ്പെടാം അല്ലേ? സോ ഹായ്, വെൽക്കം എവരിവൺ ആൻഡ് വെൽക്കം ഗൗരി, കാർത്തിക് ആൻഡ് അഖിൽ, ഉണ്ണികൃഷ്ണൻ. സോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ? കുറച്ച് ടയേർഡാണോ? ഇന്റർവ്യൂ ഒക്കെ ഇല്ലല്ലോ? ഓക്കെ അല്ലേ? സോ അപ്പൊ എന്തായാലും ഈ ഒരു പേര് തന്നെ കുറച്ച് വ്യത്യാസമാണ്, വത്സല ക്ലബ് എന്ന് പറഞ്ഞിട്ട്. ആൻഡ് അടിയിൽ ഒരു ക്രിഞ്ച് കല്യാണം. എന്താണ് ഈ ക്രിഞ്ച് കല്യാണം? പടത്തിന്റെ ഒരു മൊത്തത്തിലുള്ള പരിപാടി, ഒരു കല്യാണവും ക്ലബും തമ്മിലുള്ള ഒരു കണക്ഷൻ ഒക്കെയാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു വത്സല ക്ലബ് എന്ന് പറയുമ്പോഴത്തേനും എനിക്ക് പോസ്റ്ററിലൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം എന്തൊക്കെയോ ഭയങ്കരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. സോ ഓവറോൾ എന്താണ് അവിടുത്തെ അത്രയും വലിയൊരു സംഭവത്തിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ? ലൈക്ക് എന്തെങ്കിലും കല്യാണം മുടക്കുന്നതാണോ, അല്ലെങ്കിൽ കല്യാണം കുറച്ചുകൂടെ അടിപൊളിയാക്കുന്നതാണോ? ഇപ്പൊ നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും എന്താണ് ഇതിനകത്ത് നടക്കുന്നതെന്ന്. അപ്പൊ എന്താണ് സംഭവം? ഇതൊരു സാങ്കല്പിക ഗ്രാമത്തിന്റെ കഥയാണ്. ഓക്കെ, അവിടെ ആകെയുള്ളൊരു വിനോദം എന്ന് പറയുന്നത് കല്യാണം മുടക്കലാണ്. അപ്പൊ അങ്ങനെ ഏറ്റവും കൂടുതൽ കല്യാണം മുടക്കിയ ആളിന് അവിടെ ഒരു സമ്മാനം കൊടുക്കുക, അങ്ങനെയൊക്കെയുള്ളൊരു കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പൊ അവിടെ വത്സല ക്ലബിലെ അംഗങ്ങൾ എല്ലാവരും കൂടെ ചേർത്ത് ഒരു കല്യാണം നടത്തണം എന്നുള്ളൊരു, അപ്പോൾ കല്യാണം മുടക്കുന്ന ഒരു ടീമും കല്യാണം നടത്തണമെന്ന് വിചാരിക്കുന്ന ഒരു ടീമും അവരുടെ ഒരു ഇതാണ്, ഒരു ക്ലാഷ് ആണ്. ആരാണ് കല്യാണം മുടക്കി? കല്യാണം മുടക്കി ടീംസ് വന്നിട്ട് അതിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അല്ലല്ല, ഇത് കല്യാണം മുടക്കി ടീമിലില്ല. ഇല്ല. അപ്പൊ ഇതിനകത്ത് ഇപ്പൊ കാർത്തികിന്റെ കല്യാണമാണ് മുടക്കുന്നത്. ആക്ച്വലി ക്ലബ്ബുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു സംഭവം കൂടെ വരുന്നുണ്ട്. ഇതില് ഞാൻ ചെയ്യുന്ന ചൊവ്വ വേണു എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ, അപ്പം ചൊവ്വ വേണു ആ പേര് തന്നെ ഉള്ളതെന്ന് പറയുന്നത് ചൊവ്വാദോഷമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഓൾറെഡി കല്യാണം നടക്കുന്നത് തന്നെ കഷ്ടമാണ് ഈ ജാതകത്തിന്റെ ഇതുള്ളതുകൊണ്ട്. ആ കൂട്ടത്തിൽ ഒരു കല്യാണം നടത്താൻ വേണ്ടി ശ്രമിക്കുന്ന ഒരാളെ അവർ മനഃപൂർവ്വം മുടക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള ആ ഒരു ഇതാണ് അയാളുടെ കൂടെ ഇവരെ സുഹൃത്തുക്കളെല്ലാവരും കൂടെ ഉള്ള ഒരു യാത്ര. ലാസ്റ്റ് പെണ്ണ് കെട്ടുന്നുണ്ടല്ലോ അല്ലേ? ഉണ്ട്, ഒരുപാട് കഷ്ടപ്പാടുകൾക്ക് ശേഷം ഇതാണ് പെണ്ണ്. ഓക്കെ, അപ്പം ആ ഒരു ഭയങ്കര സ്ട്രഗിൾ ഒക്കെ ഉണ്ടായിരുന്നോ ഇതിനകത്ത്, ആ സ്റ്റോറിക്കകത്ത്? അതെന്താ, അതിന്റെ കാര്യം എന്താ? നമ്മളെ സ്ട്രഗിൾ ചെയ്യിപ്പിക്കുകയായിരുന്നു. ആണല്ലേ? എങ്ങനെ? ലൈക്ക് നമ്മളെ എങ്ങനെയാണെന്ന് പറഞ്ഞു പാവമാണോ? കഴിഞ്ഞ ഇന്റർവ്യൂവിൽ പാവം, ഈ ഇന്റർവ്യൂവിൽ നമുക്ക് വേറൊരു രീതിയിൽ. ഓക്കെ, സോ യെസ്, അപ്പൊ അവിടുന്ന് തുടങ്ങിക്കോ. എന്തൊക്കെയായിരുന്നു അവിടുന്നുള്ള സ്ട്രഗിൾ എന്ന് പറയുന്നത്? ഇപ്പൊ വത്സല ക്ലബ് എന്ന് പറഞ്ഞ ഗൗരി എന്താണ് മനസ്സിലാക്കിയത്? വത്സല ക്ലബ് എന്ന് പറഞ്ഞാൽ ഒരു തലതിരിഞ്ഞ കുറച്ച് പേരുടെ ഒരു ക്ലബ്. ആൾക്കാരാണെന്നാണോ പറയുന്നത്? ഓക്കെ, ക്ലബ് അങ്ങനെയാണ്. അപ്പൊ ഇവരെല്ലാരും ക്ലബിലുള്ളവരാണോ? ക്ലബിലുള്ളവരാണ് ഈ പോസ്റ്ററിലുള്ള ഈ ഉള്ള 5 പേര് ഇതിലുള്ള ആൾക്കാരാണ്. 5 പേര് ക്ലബിന്റെ ആൾക്കാരാണ്.
ഓക്കെ ബാക്കിയെല്ലാം ഔട്ട്സോഴ്സ്. ഓക്കെ. അപ്പൊ ഇതിനകത്തൊരു ഫൈറ്റ് സീനോ അങ്ങനെ അല്ലെങ്കിൽ ഭയങ്കര കോമഡി ആയിട്ട് മാറിയ എന്തെങ്കിലും സീനുണ്ടോ? ഭയങ്കര സീരിയസ് ആയിട്ട് എടുത്തിട്ട് ഭയങ്കര കോമഡി ആയി പോയ അല്ല, സീരിയസ് ആയിട്ട് എടുത്തിട്ട് കോമഡി ആയിട്ടൊന്നുമില്ല, കോമഡി ആയിട്ട് തന്നെ എടുത്ത സാധനങ്ങളേ ഉള്ളൂ. പക്ഷെ എന്നാൽ ഫൈറ്റ് സീൻ ഉണ്ട്, ഇദ്ദേഹത്തിനാണ് ഫൈറ്റ് സീൻ. ഓക്കെ, അത് എന്തെങ്കിലും ഇൻസിഡന്റ് ഷെയർ ചെയ്യാനുണ്ടോ? എന്തെങ്കിലും ഭയങ്കര അടിപൊളിയായിട്ട് നടന്ന എന്തെങ്കിലും? എനിക്ക് കിട്ടി, അതാണ് അതിന്റെ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ 3 അടിയിലേക്ക് അത് മനഃപൂർവ്വം ഒക്കെ ഒരടി ഫോക്കസ് പോയി, മറ്റേ അടിക്ക് എന്താ അല്ല ആ സംഭവം പല ആംഗിളിൽ നിന്ന് ഷൂട്ട് ചെയ്തപ്പോ ഇവിടെ അഭിനയത്തിന്റെ മികവ് കൊണ്ട് അവർക്ക് 3-4 ആംഗിൾ വെച്ച് അതല്ലേ അടി കിട്ടിയതുകൊണ്ടല്ല, അത് കിട്ടിയതുകൊണ്ടല്ല, കിട്ടിട്ട് അതിന്റെ സീനൊക്കെ മറന്നുപോയി. തരിപ്പ് ഇപ്പോഴും ഉണ്ട്. പണ്ട് മൂളിയെന്ന് കേട്ടിട്ടേ ഉള്ളൂ, കുറച്ച് ഓക്കെ. അപ്പൊ ഇതിനകത്ത് ഗൗതമും കൂടി ഉണ്ടല്ലോ, ഒരു സ്റ്റാൻഡപ്പ് കൊമേഡിയിലൊക്കെ കൂടെ ആണല്ലോ ഗൗതം. അല്ല, ഗൗതം ഉണ്ട്, പിന്നെ നമ്മുടെ വേറെ അനീഷ് ഉണ്ട്, ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. ജിബിൻ ഗോപിനാഥ്, അരുൺ സോൾ. ഓക്കെ. അപ്പം ആ ഒരു ഗൗതമിന്റെ ഒക്കെ ഒരു സീൻ വരുമ്പോഴേക്ക് അവിടെയും സെറ്റിലും അങ്ങനെ തന്നെയായിരുന്നു, അതോ കുറച്ച് സീരിയസ് ആയിട്ടുള്ള ആളാണ്? അവനെ ഫസ്റ്റ് ദിവസം തന്നെ ഇവിടെ കാമുകനായിട്ട് അഭിനയിക്കുന്നതാണ് പുള്ളി. അവനെ ചവിട്ടി പിടിച്ചിട്ട് പിന്നെ അതിനുശേഷം അവൻ അനങ്ങിയിട്ടില്ല, അവൻ സെറ്റില് വാടന്നിട്ടില്ല. ഇതൊക്കെ സത്യമാണോ ഗൗരി? അല്ല, തിയേറ്ററൊക്കെ പഠിച്ചാണ്. അപ്പൊ ഇവള് പറയണെന്ന് വെച്ചാൽ അഭിനയം എന്ന് വെച്ചാൽ ബിഹേവിംഗ് ആയിരിക്കരുത്, നമ്മൾ അതേ കണക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ അവൾ എല്ലാം റിയാലിറ്റിയിലാണ്. ഓക്കെ, നമ്മൾ ജനങ്ങളെ കബളിപ്പിക്കരുത് ആണെന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കെ. അപ്പൊ ഈ നിങ്ങളുടെ കൂട്ടത്തിലെ സെറ്റില് ഏറ്റവും കൂടുതൽ ഭയങ്കരമായിട്ട് എപ്പോഴും ഫുഡിന് വേണ്ടിയിട്ട് ഓടി നടന്ന ആളായിരുന്നു? ഫുഡിന് വേണ്ടിയില്ല, ഉണ്ടംപുരി ബോണ്ട ഫുഡ് ആയിരുന്നു, കാർത്തികായിരുന്നു. റൂം ബേക്കറിയാണ്, ചിപ്സ്. അല്ല, എനിക്ക് നമുക്കന്ന് ഞാൻ കഴിച്ച സാധനം ഡേറ്റ്സ്, ഒരു വലിയ ഡേറ്റ്സ് ഒക്കെ കൊണ്ടുവന്ന് കണ്ട അവനെ ഫുഡ് ചെയ്യണം തോന്നൂലെങ്കിലും നല്ല പോളിംഗ് ആണല്ലേ? നല്ല പോളിംഗ് ആണ്. ഓക്കെ. ഇനി വേറൊരു കാര്യം ചോദിക്കാനുള്ളതെന്ന് വെച്ചാല്, ഇപ്പം എല്ലാവരും ആക്ച്വലി സോഷ്യൽ മീഡിയയിൽ കൂടെ കുറേയൊക്കെ എല്ലാവരും ഒത്തിരി ഫേമസ് ആവുന്ന കാലമാണ്. അപ്പം നമ്മൾ കോവിഡ് ടൈമിലാണെങ്കിലും കാർത്തിക് ഒരുപാട് കോവിഡ് ടൈമിലാണ് എല്ലാവരുടെയും മനസ്സിലേക്ക് എത്തിപ്പെട്ടത്. ആൻഡ് അത് കഴിഞ്ഞ് ഡയറക്ടർ എന്നുള്ളൊരു വേഷത്തിലേക്ക് മാറുകയും അതുപോലെ തന്നെ കൈവെക്കാത്ത മേഖല ഒന്നും ഇല്ലാന്ന് തോന്നുന്നല്ലേ? സോ അപ്പം അതിന്റെ ഒരു ജേർണിയൊക്കെ ഒന്ന് പറയാമോ? ഇപ്പൊ ഒരുപാട് പേര് അങ്ങനെ വരുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ നിന്ന് സിനിമ അതിലേക്കിട്ടൊക്കെ. അന്ന് ഓക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ ആളുകളൊക്കെ, ഈ സോഷ്യൽ മീഡിയ ഒന്ന് ഇതായി വരുന്നുള്ളായിരുന്നു. പിന്നെ ലോക്ക്ഡൌണിൽ നമുക്കെന്തോ ഒരു ദൈവാനുഗ്രഹം കൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റി, ക്ലിക്കായി അങ്ങനെ വന്നു. ഇപ്പം കുഴപ്പമില്ല, ഇപ്പൊ സിനിമകളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ ഇതായിട്ട് വരുന്നുണ്ട്. ഞാൻ സിനിമ വന്നത് തന്നെ ലോക്ക്ഡൌണിൽ നമ്മളെ പ്രീമിയർ പത്നി സീരീസ് അത് കണ്ടിട്ടാണ് വിളിക്കുന്നത്. ഇൻസ്റ്റാഗ്രാം തുറന്നത് ലോക്ക്ഡൌൺ സമയത്ത് എല്ലാം ഓണായത്. ഇപ്പൊ സോഷ്യൽ മീഡിയ ഇപ്പം ഇദ്ദേഹത്തിന്റെ ഉണ്ണികൃഷ്ണൻ അദ്ദേഹത്തിന്റെ വീഡിയോസ് കണ്ട് ഞാൻ കമന്റ് ചെയ്ത് ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അത്രയ്ക്ക് ഞങ്ങൾ ഒരുമിച്ച് കാണുന്നത് ഈ പടത്തിലാണെങ്കിലും ഗംഭീരമായിട്ട്. കാരണം നമ്മൾ ഡബ് സ്മാഷ് കണ്ടിട്ടുണ്ട്, പക്ഷെ ഈ ഡബ് സ്മാഷ് അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ അത് ഓൺ വോയിസിൽ ഒരു സീൻ നമ്മൾ ഓൺ വോയിസിൽ നമ്മുടേതായിട്ടുള്ള രീതിയിൽ ചെയ്ത് അത് ഗംഭീരമായിട്ട് ചെയ്യുന്നൊരു ആളാണ്. ഇപ്പൊ ഇവര് പറഞ്ഞതുപോലെ ഇവരുടേതായ വീഡിയോസ് ഇപ്പം ലോക്ക്ഡൗൺ സമയത്തുണ്ടായി. അപ്പോൾ അതിൽ നിന്ന് സിനിമയിലേക്ക് വിളിയുന്നു എന്ന് പറയുമ്പോൾ, അപ്പോൾ നമുക്ക് നമ്മളെ ഷോക്കേസ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം എന്നുള്ള രീതിയിൽ ഞാൻ ഡസ്മാഷിൽ നിന്ന് മാറി സ്വന്തം ശബ്ദത്തിൽ വീഡിയോസ് ചെയ്ത് തുടങ്ങി. അപ്പോൾ അതിൽ നിന്നാണ് എനിക്ക് എന്തെങ്കിലുമൊക്കെ ചാൻസുകൾ കിട്ടുന്നുണ്ടെങ്കിൽ ആ രീതിക്കാണ് വന്നിട്ടുള്ളത്. ഇപ്പം ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം പടം പോലെയാണ്. ഇവരുള്ള എല്ലാ ആൾക്കാരും എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആൾക്കാരാണ്. ഇവരുടെ മുമ്പത്തെ പടങ്ങളിലും ചെറിയൊരു വേഷങ്ങളും ചെയ്തിട്ടുണ്ട്. സോ അപ്പം എന്തായാലും സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഭയങ്കര ആക്റ്റീവ് ആയതുകൊണ്ട് തന്നെ ബിഗ് ബോസിനെ പറ്റിയൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ഇപ്പം കൊണ്ടാടുന്നത് ബിഗ് ബോസ്. എന്തിനാണ് കൊണ്ട് ബിഗ് ബോസ് കൊണ്ട് ഞാൻ ചോദിക്കാൻ വരുന്നത് വെച്ചാല്, നിങ്ങളുടെ ഫ്രണ്ട്സ് അവിടെ ഉണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ ആരൊക്കെയാണ്? എന്റെ ഇന്റിമേറ്റ് ഫ്രണ്ട് ഉണ്ട്, ലാലേട്ടൻ എന്ന് പറയും, സിനിമയിലൊക്കെ ഉണ്ട്. എന്റെ വളരെ നല്ല സുഹൃത്താണ് അദ്ദേഹത്തിന്. ഓക്കെ. സോ അപ്പം കാർത്തിക് സൂര്യക്ക് എന്തായാലും സോറി കാർത്തിക് ശങ്കർ, ഞാൻ ആക്ച്വലി കാർത്തിക് സൂര്യയുടെ കാര്യം പറയാൻ വരുമായിരുന്നു. കാർത്തിക് സൂര്യയും അതുപോലെ തന്നെ ഷസാമും അവരൊക്കെ ആയിട്ട് ഭയങ്കര ഫ്രണ്ട്സ് ആണല്ലോ. അപ്പൊ എന്തായാലും ഇവരും കാർത്തിക് സൂര്യ ഉടക്കാണ്. അതെ അതെ, ഞങ്ങൾ ശത്രുക്കളാണ്. അപ്പൊ അവരൊക്കെ ആയിട്ട് എന്തെങ്കിലും പുതിയ എന്തെങ്കിലും പ്ലാൻ, എന്തെങ്കിലും മീഡിയ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ അസോസിയേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അങ്ങനെ എന്തെങ്കിലും പ്ലാൻസോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? ഒന്നാമത്തെ കാര്യം, ഞാൻ ഈ മീഡിയ സംബന്ധമായിട്ടുള്ള എന്നെ ഏതെങ്കിലും ഒരു ഇൻഫ്ലുവൻസർ മീറ്റിൽ കണ്ടിട്ടുണ്ടോ? ഞാൻ ഒന്നിനും പോകാറില്ല. ഞാൻ വളരെ റയറായിട്ട് 1-2 ഇതിലൊക്കെ പോയിട്ടുള്ളൂ. ഞാൻ ഇൻഫ്ലുവൻസർ അല്ലെങ്കിൽ അങ്ങനെയുള്ള മീറ്റുകൾ, അങ്ങനെയുള്ള ഫംഗ്ഷൻസിൽ ഒന്നും പോകാത്ത ഒരാളാണ്. കാരണം ഞാൻ അങ്ങനെ ഒരു ഷോർട്ട് ഫിലിം ചെയ്യുക, വെബ് സീരീസ് ചെയ്യുക, അത് കഴിഞ്ഞ് അത് കയറിയിരിക്കുക, എന്തെങ്കിലും
ഇന്റർവ്യൂസ് കാര്യങ്ങൾ എന്തെങ്കിലും വരുവാണെങ്കിൽ കൊടുക്കുക, എത്രേ ഉള്ളൂ. പിന്നെ ഇവരെയൊക്കെ എന്തോ ഷസാമിന്റെ വീഡിയോസ് ഞാൻ കണ്ട് അങ്ങോട്ട് മെസ്സേജ് അയച്ചിട്ടുള്ള അങ്ങനെയുള്ള ഒരു പരിചയം അദ്ദേഹത്തിന്റെ തുടക്ക സമയത്ത്. കാർത്തിക്കിനെയും ഞാൻ ഏതോ ഒരു അവാർഡ് ഫംഗ്ഷനിൽ എന്തോ വെച്ചിട്ട് എപ്പോഴും ഒന്ന് കണ്ടതാണ്. എന്നിട്ട് ഞങ്ങൾ സൗഹൃദമുണ്ട്, ഇതൊക്കെ ഉള്ളൂ. പക്ഷെ ബാക്കി ആൾക്കാരെല്ലാം ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയുള്ള ആളുകളുമായിട്ടൊക്കെ ഞാൻ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ട് അങ്ങോട്ട് മെസ്സേജ് അയക്കുന്നല്ലാതെ ഞങ്ങൾ അങ്ങനെ ഈ ഇൻഫ്ലുവൻസർ മീറ്റിന് പോവുക, ഇതിന് പോവുക, അങ്ങനെ ഞാൻ അതിന് ചെയ്യാറില്ല. അങ്ങനെയുള്ള ഒരു ഇതിലേക്ക് നമ്മുടെ ശ്രദ്ധ പോയിട്ടില്ല. അങ്ങനെ എനിക്ക് അതിന് ഒരു ഇച്ചിരി, കാരണം പ്രത്യേകിച്ച് ഒരുപാട് ക്രൗഡൊന്നും നമുക്ക് അത്ര അങ്ങോട്ട് താല്പര്യമില്ലാത്ത ഒരാളായതുകൊണ്ട് ഒതുങ്ങി നിൽക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഞാൻ ചോദിച്ചതിന്റെ ബാക്കി ചോദിച്ചില്ലായിരുന്നു, ബിഗ് ബോസിൽ ആർക്കൊക്കെ ഫ്രണ്ട്സ് ഉണ്ടെന്ന് ഇവിടെ പറഞ്ഞു. ഇപ്പൊ ലാലേട്ടനെ പറഞ്ഞു, ഇനി ഇപ്പൊ കാർത്തികിന് ആർക്കൊക്കെ ഫ്രണ്ട്സ് ഉണ്ട്? എനിക്ക് മറ്റേ ബിഗ് ബോസ് മറ്റേ പറയുന്ന ആള് സമയം 7:30 അടുത്ത സുഹൃത്താണ്, ഇടയ്ക്ക് വിളിക്കും. പുള്ളിയുടെ പേര് രഞ്ജൻ നായർ എന്നാണ് പുള്ളിയുടെ പേര്. രഞ്ജു എന്ന് വിളിക്കും. രഞ്ജു നമ്മുടെ ഓക്കെ. അപ്പം അതിനകത്ത് ഇപ്പം ഗൗരിക്കാണെങ്കിലോ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടോ ബിഗ് ബോസില്? ആരുമില്ല. എവിടെയോ ആരുമില്ല. സോ അവിടെ ഉള്ള ബിഗ് ബോസിൽ വിളിച്ചാണ് പുള്ളി പോയില്ല. രണ്ടുകൂടെ ക്ലാഷ് ആവും. അവിടെ ഇറങ്ങി ഓടുന്നില്ല, അത് വിഷയമായി. ഇക്കൂട്ടത്തിൽ ആർക്കെങ്കിലും ബിഗ് ബോസിൽ പോകാൻ ഒരു അവസരം കിട്ടിയാൽ പോവോ? അവസരം കിട്ടിയ സമയം ഷൂട്ട് കിടക്കണം തൊട്ടടുത്ത്. പിന്നെ ഓക്കെ, അപ്പോഴ ഇപ്പൊ എന്തായാലും ഒരു അടിപൊളി കണ്ടസ്റ്റന്റ് എന്ന് പറയാനായിട്ട് ആരാണ് പറയാൻ പറ്റുക? റെഗുലറായിട്ട് കാണുന്ന ഒരാളല്ല, റീൽസ് ഒക്കെ സ്ക്രോൾ ചെയ്യുമ്പോൾ ഇങ്ങനെ കാണാറുണ്ടല്ലോ, ഒരു പെർഫോമൻസ് ബിഗ് ബോസ് എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എല്ലാവരും ഒന്നിനൊന്നും വെച്ചോണം അല്ലേ കാർത്തി? അല്ലേ? അത് നമുക്ക് ആധികാരികമായിട്ട് പറഞ്ഞു. അല്ല, എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് നേരത്തെ മറ്റേ അഖിൽമാരാറുള്ള സീസണിലെ കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ വീട്ടിലൊക്കെ ഇരുന്ന് കാണുന്നത്, അതൊക്കെ ആളുകൾ അങ്ങനെയൊക്കെ കണ്ടുള്ള പരിചയമുള്ളൂ. ഞാൻ റെഗുലറായിട്ട് കാണുന്നതല്ല, അങ്ങനെ പരിചയമില്ല അതിനകത്തിലെ ആളുകളൊക്കെ. പിന്നെ ഈ റീൽസിലൊക്കെ ശരി റീൽസിലൊക്കെ വരാറുണ്ടെന്ന് കാണുന്നതല്ലാതെ. ബിഗ് ബോസിൽ എൻ്റെ ഒരു അടുത്ത കുട്ടിയുണ്ട്, അനുമോൾ. അനുകുട്ടി നമ്മുടെ അനിയത്തി കുട്ടിയാണ്. കോൺട്രവേഴ്സിയും കാര്യങ്ങളൊക്കെ. അതെ അതെ അതെ, അതുകൊണ്ട് ഞാൻ വെറുതെ വായിമച്ചോണ്ട് മിണ്ടായിരിക്കുന്നു. പിന്നെ ഇനിയിപ്പോ ഇത് അവൾ വെളിയിറങ്ങുമ്പോ ഇത് കാണുമ്പം എന്തായാലും ചേട്ടൻ എന്റെ പേര് പോലും പറഞ്ഞിട്ടുള്ളത് ചോദിക്കുന്നത്. അതുകൊണ്ട് അല്ല, അങ്ങനെ സേഫ് ആയിട്ടല്ല, അല്ല അത് പറഞ്ഞൊരു കുഴപ്പമില്ല. ഞാൻ റെഗുലറായിട്ട് കാണാത്തോണ്ട് പോസിറ്റീവ് ആണെന്നൊന്നും എനിക്കറിയില്ല. സുഹൃത്തല്ലാവുന്നില്ല. അനുമോൾ നമ്മളെ സ്റ്റാർ മാജിക്കിൽ 8 വർഷം എൻ്റെ കൂടെ ഉണ്ടായിരുന്നതാണ്. പോകുന്നതിന് മുമ്പ് വിളിച്ച് അനുഗ്രഹമൊക്കെ മേടിച്ചിട്ട് ഞാൻ കയറാൻ പോടിച്ചേട്ടാ എന്ത് പറയണമെന്ന് ഞാൻ പറഞ്ഞ ലാലേട്ടടുത്ത് അദ്വൈതം പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇനി സെറ്റില് ഏറ്റവും കൂടുതൽ ഭയങ്കര ഉഴപ്പായിരുന്ന ആളാരായിരുന്നു? അതിന്റെ ഒരു ഇൻസിഡന്റ് ഉണ്ടെങ്കിൽ പറയണേ. ഭയങ്കര ഉഴപ്പ്, അതായത് സമയത്തിന് വരില്ല സെറ്റില്, ചിലപ്പോ സമയത്തിനൊന്നും കാര്യമേ ഇല്ല. കാര്യമില്ല. ഈ ഒറ്റ വണ്ടി ആണെങ്കിൽ പോലും ഈ വണ്ടിയിൽ കറക്റ്റ് എല്ലാവരും ഒരേ സമയത്ത് വരും. കറക്റ്റ് എല്ലാവരും ഒരേ സമയത്ത് വരും. ഒരാൾക്ക് വേണ്ടിയും ഈ സെറ്റിൽ ഒരാൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. ബുദ്ധിമുട്ടില്ല ഈ ഷൂട്ട്. അതായത് ഫൈറ്റോ അല്ലെങ്കിൽ വെയിലത്ത് പോയി നിൽപ്പോ അല്ലെങ്കിൽ മറ്റേ ദേഷ്യം വരുന്ന പരിപാടിയൊന്നുമില്ല. രാവിലെ ഷൂട്ടിനിറങ്ങാനുള്ള കൊതിയാണ്. 6:30 മണിയാകുമ്പോൾ എന്റെ റൂം തുറക്കുമ്പോൾ ഓപ്പോസിറ്റ് കാർത്തികിന്റെ റൂം തുറക്കും, ലൊക്കേഷൻ നോക്കും, അമ്പിന്റെ റൂം തുറക്കും, നമ്മളെല്ലാം ജോയിൻ ചെയ്യും. ലൊക്കേഷൻ ചെയ്യുമ്പോൾ ഗൗരി വരും. അങ്ങനെ ഒരു ബാധ്യത ഉള്ള ഒരു സെറ്റ്. ഒരുപാട് നന്ദിയുള്ളത് ഇതിന്റെ പ്രൊഡക്ഷനോടാണ്. കാരണം അറിയോ, ഞങ്ങൾ ചെറിയ ആളുകളാണ്, ചെറിയ ബഡ്ജറ്റിലൊക്കെ ആണെങ്കിലും ഞങ്ങൾക്ക് ചെയ്തു തരേണ്ട കാര്യങ്ങൾക്ക് ഒന്നും ഒരു കുറവ് വരുത്തിയിട്ടില്ല. ലൊക്കേഷൻ ആയാലും ഈവൻ കാരവാൻ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ചെറിയ പടമാണ്. ചെറിയ പടം വെച്ചാൽ നമ്മളൊക്കെ തന്നെയാണ് ഈ പടത്തിന്റെ മെയിൻ ആൾക്കാർ. അപ്പം ജിനിയാണ് എന്റെ പ്രൊഡ്യൂസർ. പുള്ളി നമുക്ക് ചെയ്തു തന്ന ഒരു ചെറിയ പടം സെറ്റ് വന്ന അങ്ങനെയൊന്നും അല്ല. എല്ലാ പരിപാടികളും കൊടുക്കും. അതായത് ഫുഡിലായാലും അല്ലെങ്കിൽ മറ്റേ നമ്മളെ ടേക്ക് കെയർ ചെയ്യുന്നതിലായാലും എല്ലാ പരിപാടിക്കും വേറെ ശല്യങ്ങളൊന്നും. ഡയറക്ഷൻ ടീം ആയാലും അല്ലെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ പ്രൊഡക്ഷൻ ജിനി അദ്ദേഹം ആയാലും പിന്നെ മുരുകണ്ണൻ എടുത്തു പറയേണ്ട ആളാണ്. മുരുകണ്ണൻ കൺട്രോളർ മുരുകണ്ണൻ. അപ്പൊ മുരുകൻ പിന്നെ ഫോട്ടോഗ്രാഫർ മുരുകണ്ണനാണ് ചില്ലറ പൈസകളുടെ കൂട്ടി വെച്ചിരുന്നത് എല്ലാവർക്കും കൊടുത്തു. അത് നമ്മൾ റിയലായിട്ട് അല്ല, ഞാൻ കൺട്രോളെന്ന് പറഞ്ഞ ആഴ്ചയിൽ എല്ലാം സെറ്റിൽ ചെയ്യണ്ടേ. നമ്മളിത് കലാരൂപമാണെന്നും പറഞ്ഞുകൊണ്ട് ആരും വെറുതെ ഒന്നല്ലോ ചെയ്യുന്നത്. നാളെ പോയി ഒന്ന് വെറുതെ അന്നും ആരും പോകൂലേ. എല്ലാവർക്കും ജോലിയാണല്ലോ, ഇതുകൊണ്ടല്ലേ എല്ലാവരും ജീവിക്കുന്നത്. അപ്പൊ അതെല്ലാം ഷെഡ്യൂൾ സെറ്റ് ചെയ്യണ്ടേ. എന്നിട്ട് ഇപ്പം നമ്മളെ കണ്ടുടനെ OTT ആൾക്കാർ വന്ന് ഇടിച്ചു കയറുന്ന ആൾക്കാർ ആരും ഇല്ല. അപ്പൊ അതിൻ്റെതായ ഒരു പടം കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ ആ ഒരു എഫർട്ട് കമ്മട്ടത്തിന് ശേഷം നിങ്ങൾക്ക് അങ്ങനെ ഒരു OTT എന്റെ കാര്യം പറഞ്ഞ് പലരും OTT ചെല്ലുന്നുണ്ട്. ഒരു തരത്തിൽ വിളിച്ച് ചോദിച്ചാൽ എനിക്ക് മറ്റേ OTT വരും. കാരണം OTT എവിടെയാണ് ഒരു പയ്യൻ ചോദിച്ചാൽ അവന്റെ വേറെ ഏതാ മറ്റേ ഇതൊക്കെ പോലെ ഒരു സ്ഥലത്തിന്റെ വരുന്ന കളമശ്ശേരിയൊക്കെ
OTT ഉണ്ട്, അത് OTT എവിടെയാണ് പറയാവുന്നത്? ഓക്കെ, അപ്പൊ ഇവിടെ ഈ പോസ്റ്ററിൽ കാണുമ്പോൾ ഒരു മനുഷ്യ ചങ്ങല എന്നൊക്കെ പറഞ്ഞ് കാണുന്നുണ്ട്. സോ ഇതിന് 6 പാക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു സംഭവം. അപ്പൊ അതിന്റെ പുറകിൽ എന്താണ്? ബാഹുബലിയുടെ ബോഡിയാണ്. എന്റെ ഒരു ആഗ്രഹമാണ് അങ്ങനെ ഒരു മനുഷ്യ ചെങ്ങലയ്ക്ക് ഇതേപോലെ. കാരണം എന്റെ കോസ്റ്റ്യൂം ഉണ്ട്, അതുകൊണ്ട് അപ്പൊ അതൊന്ന് ഊരിയിട്ടിട്ട് ബോഡി അങ്ങനെ ആയിരുന്നെങ്കിൽ കൊള്ളാന്നുള്ള എന്റെ ഒരു ആഗ്രഹമാണ്. ഓക്കെ ഓക്കെ. അപ്പൊ ഈ കൂട്ടത്തില് പിന്നെ സെറ്റില് ഭയങ്കര അടിപൊളിയായിട്ട് എല്ലാവരായിട്ടും വൈബ് അടിച്ചിരുന്നിട്ട് എന്തെങ്കിലും ചെറിയ കാര്യം വരുമ്പോ ഒന്ന് പിണങ്ങീഷ് എന്ന് വിളിക്കാൻ പറ്റുന്ന ആരാണ്? ചെറിയത്തിൽ എന്തെങ്കിലും പിണക്കമൊക്കെ വരുന്ന കുറച്ച് പിണക്ക കുഞ്ഞെന്നൊക്കെ പറയാൻ ഭയങ്കര സെയിം ആയിരുന്നു. ഞാൻ അതല്ലേ പറഞ്ഞു, തുടക്കം തൊട്ട് അവസാനം വരെ നമുക്ക് ഈ സാധാരണ ലൊക്കേഷൻസിലൊക്കെ ചെല്ലുമ്പോൾ എന്തെങ്കിലും ചൊറിയനായിട്ടുള്ളത് അല്ലെങ്കിൽ എന്തെങ്കിലും ആരെങ്കിലും ഉണ്ടാവും. ഇവിടെ അങ്ങനെ ഒരു ഞങ്ങൾക്ക് ലൊക്കേഷനിൽ പോകാൻ തിടുക്കുക രാവിലെ. ഞങ്ങൾക്ക് ഒരു റൂട്ടീൻ ഉണ്ട്. ഇപ്പൊ ഇദ്ദേഹം വേറെയാണ് താമസിക്കുന്നത്, ഞങ്ങൾ എല്ലാവരും ഒരിടത്താണ് താമസിക്കുന്നത്. അപ്പം ഞങ്ങൾ രാവിലെ ഞങ്ങളുടെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഇറങ്ങും, വണ്ടി നേരെ ഞങ്ങൾ ഒരു ക്ഷേത്രത്തിൽ അമ്പലത്തിലോട്ട് പോകും. തൊഴുതിട്ട് നേരെ നമ്മൾ മറ്റേ മ്യൂസിയത്തിന്റെ അവിടെ പോയി മറ്റേ ഹെൽത്തി ഡ്രിങ്ക് പയർ മുളപ്പിച്ചതും ജ്യൂസും അതുകൊണ്ട് പരിചയപ്പെടും. ഞാൻ ട്രിവാൻഡ്രത്താണല്ലോ, അപ്പൊ ഇതാണ് നമ്മൾ റൂട്ടീൻ. നേരെ ലൊക്കേഷനിലോട്ട് ചെല്ലും. ഇപ്പൊ ഒന്നിന്റെ ഇടയ്ക്ക് ഏതൊരു അമ്പലം കണ്ടാൽ ഞങ്ങൾ കയറും, അവിടെ കയറും. പോയിട്ട് വളരെ ഭക്തിഗാന പാട്ടൊക്കെ ഇട്ട് രാവിലെ അടിപൊളിയായിട്ട് ഞങ്ങൾ അവിടെ ചെല്ലും. എന്നിട്ട് ഷൂട്ട് കഴിയുമ്പോൾ ഞങ്ങൾ അപ്പൊ ഞങ്ങളുടെ സൗഹൃദം ആ ലൊക്കേഷൻ വെച്ചാണ്. ഞങ്ങൾ അഖിലണ്ണനുമായിട്ട് നേരത്തെ ഞാൻ പടം ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ കോമ്പിനേഷൻ ഒന്നും വലുതായിട്ടില്ലെങ്കിൽ പോലും ചെയ്തിട്ടുണ്ട്. പക്ഷെ അന്ന് ഇത്ര സൗഹൃദം ഒന്നും ഡെവലപ്പ് ആയിട്ടില്ല. പക്ഷെ ഞങ്ങൾ തമ്മിൽ ഇത്രയും സൗഹൃദം ഞങ്ങൾ തമ്മിലല്ല, മാത്രമല്ല രൂപേഷ് ജി ആയാലും അമ്പി ആയാലും ഞങ്ങളെ സൗഹൃദം ഭയങ്കരമായിട്ട്. ഗൗരി അങ്ങനെ റിലേഷൻഷിപ്പ് നമ്മൾ അങ്ങനെ മെയിൻ ഒരു ഹായ് അയച്ചാൽ 3 മാസം കഴിഞ്ഞിട്ടാണ് പോയിട്ട് ഹായ്. എല്ലാരും പറയും ഞാൻ ഭയങ്കര മെസ്സേജ് ഒക്കെ റിപ്ലൈ കൊടുക്കാൻ വലിയൊരു പടത്തിന് വേണ്ടിയാണ് ഹായ് അയച്ചത്. റിപ്ലൈ വലിയ പടമുണ്ട് അങ്ങനെ പറഞ്ഞു. ഓക്കെ, അപ്പൊ എന്തായാലും ഗൗരിക്ക് കുറച്ച് സ്റ്റണ്ട് അതുപോലത്തെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നെന്നുള്ള പറഞ്ഞത്. അപ്പൊ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടത് ഏത് സീനിലാണ്? അങ്ങനെ വല്ല കഷ്ടപ്പാടില്ല? അങ്ങനത്തെ ഭയങ്കര മാസ്മരിക അതെന്തായിരുന്നു കഷ്ടപ്പാട്? അതാ പറഞ്ഞ 2-3 അടി നമ്മൾ അല്ലാതെ ഈ ഒരു ഫൈറ്റോ അല്ലെ ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ ഇങ്ങനത്തെ ആക്ടിവിറ്റി ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്നവരെയും കൂടെ ഒന്ന് ഇതാക്കി അവർക്ക് ഇതാവുന്നത് ഇതൊക്കെ നോക്കുമല്ലോ. ഇത് ക്യാരക്ടറായിട്ട് അങ്ങ് ജീവിക്കും. കടിയെങ്കിൽ കടി, ഇടിയെങ്കിൽ ഇടി, അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് ക്യാരക്ടർ തന്നെ ഫുൾ ടൈം ഇങ്ങനെ പോകുന്നൊരു അങ്ങനെ തന്നെയായിരുന്നു. ഓക്കെ, അപ്പൊ ഈ ഒരു സ്റ്റോറി പറഞ്ഞപ്പോഴത്തേനും ഇപ്പൊ എല്ലാവരുടെയും മനസ്സിൽ ഓക്കെ ഇത് ചെയ്യാം എന്നുള്ളൊരു ഏറ്റവും വലിയൊരു ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആ ഒരു സ്റ്റോറിയിൽ കുറച്ച് അടിപൊളിയായിരിക്കും. ഒരു കാര്യം ഓപ്പൺ ആയിട്ട് പറയാനാണെങ്കിൽ ഫസ്റ്റ് സ്ക്രിപ്റ്റ് അയച്ചപ്പോൾ എനിക്കിത് വായിച്ചപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ നല്ല സാധനം, ബിഗിനിങ് ടു എൻഡ് നല്ലൊരു പരിപാടി. അപ്പം എനിക്കങ്ങോട്ട് ക്യാരക്ടർ അങ്ങനെ എനിക്കൊരു ടോട്ടൽ ഒരു ഐഡിയ ഒന്നും കിട്ടുന്നില്ല. എനിക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ട്. കാരണം നറേഷൻ അല്ല, നമ്മൾ PDF നമുക്ക് കിട്ടിയിട്ട് അങ്ങനെ വായിക്കരുത്. അപ്പൊ അഖിലണ്ണനെ വിളിച്ചപ്പോഴും അഖിലണ്ണൻ സംഭവം ഇഷ്ടമായി. ഒരു എന്താന്ന് അങ്ങോട്ട് കിട്ടുന്നില്ല. ഓക്കെ അങ്ങനെ ഒരു ഇത് വന്നു. ലൊക്കേഷനിൽ വായിച്ചപ്പോഴാണ് നമുക്ക് ഇതിന്റെ കുറ്റവാന എന്ന് പറയുന്നത് ഭയങ്കര വലിയ പരിപാടിയാണ്. ഇവരുടെ ദിവസത്തല്ല ഞാൻ എത്തുന്നത്, ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ടാണ്. ലേറ്റാണ്, അപ്പോഴേ സെലിബ്രേറ്റ് കളിയായിരുന്നു. അതുകൊണ്ടല്ല അവർക്ക് നേരത്തെ എനിക്ക് ഡേറ്റ് വേറെ ആയിരുന്നു. ലൊക്കേഷനിൽ എത്തിയിട്ട് ഷൂട്ട് ചെയ്ത് തുടങ്ങിയപ്പോണ്ടല്ലോ നമുക്ക് ഓരോ സീൻസ് ഒക്കെ അപ്പം നമ്മൾ ചില സീൻസ് എഴുതി വായിക്കുന്ന പോലെ അല്ല. അദ്ദേഹം അങ്ങോട്ട് നറേറ്റ് ചെയ്ത് തന്നാണ് ഇത് ഇങ്ങനെയാണ് പരിപാടി എന്ന് പറഞ്ഞ് ഷൂട്ട് ചെയ്ത സമയത്ത് നമ്മൾ പരസ്പരം നോക്കാൻ തുടങ്ങി. മനുഷ്യന്റെ വേറെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കിടലായിട്ട് ചെയ്താലും തോൽവിയായിട്ട് ചെയ്താലും ഒരേ ഡയറക്ടർ സാർ ഉണ്ടല്ലോ, ചേട്ടൻ ഇങ്ങനെ എന്താ പറയാ, ചേട്ടൻ നല്ലതാണെങ്കിൽ കട്ട് വിളിക്കുന്നതിന് ഒരു ടോണാ, നല്ലതാണെങ്കിൽ ചേട്ടന്റെ ടോണ് മാറും. അപ്പൊ നമുക്ക് മനസ്സിലാവും ഓക്കെ ഇഷ്ടപ്പെട്ടു. നമ്മള് അത് പറഞ്ഞിട്ടുണ്ട് ചിലതിൽ ചേട്ടൻ ഇങ്ങനെ പറയും കട്ട് പ്ലീസ് അങ്ങനെ പറയും. ചില ചേട്ടൻ പെട്ടെന്ന് പറഞ്ഞു കട്ട് പ്ലീസ് അങ്ങനെ പറഞ്ഞു. അപ്പൊ ചില നല്ല സീൻസ് ആണെങ്കിൽ അത് നമുക്ക് തോന്നും ചേട്ടനൊക്കെ അത് വർക്കായി, ചില ചേട്ടൻ കഴിഞ്ഞിട്ട് അങ്ങനെ. ഇത് സംബന്ധിച്ചാൽ നമ്മളിപ്പോ ഒരു ടേക്ക് എടുത്ത് കഴിഞ്ഞിട്ട് പുള്ളി ഇങ്ങനെ വെച്ചാൽ കട്ട് പ്ലീസ്. അപ്പൊ അദ്ദേഹത്തിന്റെ മുഖത്തോട്ട് നോക്കുമ്പോൾ അദ്ദേഹം ഇരിക്കുന്നത് എടുത്തു പോകും ഇങ്ങനെ ഇരിക്കും. അപ്പൊ ഇത് കാണും. അപ്പൊ നമ്മൾ അടുത്ത് എന്നിട്ട് ഓക്കെ ആയിരുന്നു ആദ്യം പുള്ളി ആ യൂണിവേഴ്സിൽ നിന്ന് ഇറങ്ങി വന്നിട്ടേ ഓക്കെ ആയിരുന്നു. പിന്നെ അത് ഞാൻ ഡയറക്റ്റ് പുള്ളിയോട് പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മള് ഭയങ്കര കമ്പനി ആയിട്ടൊക്കെ ഇരുന്ന് സംസാരിച്ചിട്ട് അദ്ദേഹവും ഭയങ്കര കമ്പനി ആയിട്ടൊക്കെ ഇരുന്ന് സംസാരിച്ച് എന്നോട് കാർത്തിക് ഞാൻ എന്റെ വെബ് സീരീസിന്റെ ലൊക്കേഷനിലൊക്കെ വന്നിട്ടുണ്ട്. അദ്ദേഹം കമ്പനി ആയിട്ട് സംസാരിച്ചിട്ട്
അങ്ങോട്ട് പോയി എവിടെ ആയെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് മറ്റേ പുള്ളി അങ്ങനെ ആവും. ഞാനിവിടെ വയറ്റിലായി. പുള്ളി നമ്മൾക്ക് സാർ ഇങ്ങനെ വന്നിട്ട് എന്തെങ്കിലും കൂടുതൽ പറയുകയാണെങ്കിൽ അസോസിയേറ്റ് ഒക്കെ ഡിഷി ചേട്ടനോ അല്ലെങ്കിൽ നീ ചേട്ടനോ അതൊക്കെ ആയിരിക്കും പറയുന്നത്. ചേട്ടൻ ഇഷ്ടപ്പെട്ടില്ലേ ഒന്നും മനസ്സിലാവൂല ചിലപ്പോ. അപ്പൊ ചേട്ടൻ ചെന്ന് ചോദിക്കും, ചേട്ടാ ഓക്കെ ഓക്കെ, ആ മൈൻഡാണ് ചേട്ടൻ. നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. നന്നായിട്ട് ചെയ്താൽ ഭയങ്കര അപ്രീസിയേഷനും ഇല്ല, മോശമായിട്ട് ചെയ്താലും പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ നമ്മളോട് പറയുന്നതേ ഭയങ്കര ഇത് അടുത്ത് വന്നിട്ട് പറയത്തുള്ളൂ. അലപ്പ് ബഹളമൊന്നുമില്ല, കാണിക്കണം അങ്ങനത്തെ പരിപാടിയൊന്നും നീറ്റായിട്ട് പറഞ്ഞു ധാരാളം കറക്റ്റ് മാറ്റർ ഒന്ന് പറഞ്ഞു തരും. അദ്ദേഹത്തിന്റെ ടീമും ഡയറക്ഷൻ ടീമും എല്ലാം നല്ല സപ്പോർട്ടീവായിട്ടുള്ള ഇത്. എല്ലാവർക്കും ഈ സിനിമ എങ്ങനെയും നന്നാകണം, അങ്ങനെ ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. നമുക്ക് വേറെ ഡീവിയേഷൻസ് ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് ചെയ്യാനും നമുക്ക് വീണ്ടും വീണ്ടും നല്ലതായിട്ടൊക്കെ ചെയ്യണം എന്നുള്ള ആഗ്രഹമായിരുന്നു. എത്ര ദിവസത്തെ ഷൂട്ടായിരുന്നു ഇത്? 27 നമുക്ക് 25 22 ആ റേഞ്ച്. അപ്പൊ ഇനി തിരിച്ച് ഞാൻ ബിഗ് ബോസിന്റെ വഴിയിലേക്ക് വരാണ്. അപ്പം സുധി ചേട്ടനെയൊക്കെ എന്തായാലും അറിയാമായിരിക്കുമല്ലോ. അപ്പൊ രേണു സുധിയെ പറ്റിയിട്ട് എന്താണ്, അല്ലെങ്കിൽ അവിടെ ഉള്ള പെർഫോമൻസ്, അല്ലെങ്കിൽ പുള്ളിക്കാരെ പറ്റിയിട്ട് ആ ഒരു ബിഗ് ബോസ് ജേണിയിൽ എന്താണ് തോന്നിയത്? ഞാൻ ബിഗ് ബോസ് റെഗുലർ ആയിട്ട് കാണുന്നതല്ല, അല്ലാതെ നമ്മുടെ ഈ റീൽസിലൊക്കെ ഇപ്പൊ ഭയങ്കര ഫേമസ് ആണല്ലോ. റീൽസ് പിന്നെ പറഞ്ഞില്ലേ, രേണു സുധി അറിയുന്ന റീൽസ് വഴിയില്ലേ? അതെ അതെ, എല്ലാം സംഭവിക്കുന്നതല്ലേ. അവരെ ഇഷ്ടമല്ലേ. അപ്പൊ നമ്മളത് പറഞ്ഞിട്ട് എന്ത് കാര്യം? അവരവരുടെ ഇഷ്ടത്തിന് ജീവിക്കുന്നു. അവര് എന്താണ് ഇന്ത്യൻ പൗരത്വം ഉള്ള ഒരു ഇപ്പോൾ ഉള്ളവരുടെ പ്രധാന കുഴപ്പമെന്ന് അറിയാം. ഒരു കാര്യം നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണുമ്പോൾ അത് ഇഷ്ടമായില്ല, അല്ലെങ്കിൽ എനിക്കത് വർക്കായില്ലെങ്കിൽ അത് സ്വൈപ്പ് ചെയ്ത് വിടാനുള്ള മനസ്സ് പലർക്കും ഇല്ല. അതിനെ കയറി ചർച്ച ചെയ്ത്, അതിനെ കയറി കമന്റ് ചെയ്ത്, അതിലൊരു അഭിപ്രായം എടുത്ത് വേറൊരാളുടെ അഭിപ്രായം ചോദിച്ചു ആവശ്യമില്ല. ഒരു കാര്യം നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ല, നമുക്ക് ഇഷ്ടമാണെങ്കിൽ സത്യം ക്യാമറ സത്യം. ഇന്നലെ എൻ്റെ ഒരു കൂട്ടുകാരനെ വിളിച്ചിട്ട് പറയണം, എൻ്റെ വീടിൻ്റെ ആ ഏരിയയിൽ എവിടെ ഉള്ള ഒരാൾ ഒരു കൊച്ചിന്റെ റീലിന് തെറി കമന്റ് ഇട്ട്, അണ്ണാ ഈ പുള്ളി അറിയാൻ പ്രൊഫൈൽ എനിക്ക് അയച്ചിരുന്നു. അവരെ വിളിച്ചു ചോദിച്ചപ്പോൾ തെറി വിളിക്കുന്നു. ഞാൻ പറഞ്ഞു പോലീസ് സ്റ്റേഷൻ കൊണ്ട് കേസ് ഫയൽ ചെയ്യാൻ പറഞ്ഞു. ഒന്ന് ആലോചിക്കുന്നു, ഒരു 4 വയസ്സുള്ള ഒരു കൊച്ചു റീൽ ചെയ്തതിന് താഴെ വന്നിട്ട് തെറി വിളിക്കുന്നു. ഒരു കാര്യം നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ അതിനെതിരെ മുഖം തിരിച്ച് നടക്കുക വേണ്ട. എനിക്ക് അത് ഒരുപാട് പേരെ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിന് ഭീഷണി അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പ്രതികരിക്കാം. ഇത് അതൊന്നും ഇല്ലാതെ ഒരാൾ വ്യക്തിപരമായിട്ട് ചെയ്യുന്ന ഒരു കാര്യം അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അംഗീകരിക്കുക, ഇഷ്ടമില്ലെങ്കിൽ ഇപ്പൊ ഒരു കാലത്ത് ഇതിലും ഭയങ്കരമായ നെഗറ്റീവ് ട്രോളുകൾ, ഞാൻ പറയുന്നത് സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറയുന്ന ഒരാളുകൾ, ഒരു കൂട്ടം സിനിമാക്കാർ വന്ന് അദ്ദേഹത്തെ നടുക്കിരുത്തി തേജോവധം ചെയ്യായിരുന്നു. പക്ഷെ ഇന്ന് അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങൾക്കും വാല്യൂ ഉണ്ടെന്ന് പലരും പല പേജസിലും പറയാറുണ്ട്. അപ്പൊ എന്ന് പറയുന്ന പോലെ ഉള്ളൂ. അത് നിങ്ങൾക്കൊരു കാര്യം ഇഷ്ടമല്ലെങ്കിൽ, ഇപ്പോഴത്തെ തലമുറയുടെ ഏറ്റവും വലിയൊരു ഇതെന്ന് പറയുന്നത് നിങ്ങൾക്കൊരു കാര്യം ഇഷ്ടമല്ലെങ്കിൽ അത് വിട്ടേക്കാം, അത് വിട്ടേരാ. അതിനുവേണ്ടി പിന്നെ ഡിസ്കഷൻ എന്തിനാ? എല്ലാവരോടുമായിട്ട്, ഇപ്പോഴത്തെ തലമുറയല്ല, എല്ലാ തലമുറയായിട്ടും ഞാൻ പറയാം, എല്ലാവരോടുമായിട്ടും പറയുന്ന ഒരു കാര്യം. കൂടുതലും ഞാൻ കണ്ടിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൂടുതലും ഞാൻ പുതിയ ആളുകളോട് പറയുന്നതാണ്, ഇപ്പോഴത്തെ തലമുറയോട് പ്രത്യേകിച്ച് പറയുന്നത്. അവരങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് വെച്ചിട്ടല്ല പറഞ്ഞത്, അവരോട് ഞാൻ ഒരു അഡ്വൈസ് പോലെ പറയുന്നത്. കാരണം നിങ്ങൾക്കൊരു കാര്യം ഇഷ്ടമല്ലെങ്കിൽ അത് വിട്ടേക്കുക. കാരണം പഴയ ആൾക്കാരെ നമ്മൾ തിരുത്താൻ പോയി കഴിഞ്ഞാൽ അവർക്ക് ഇതില്ല, നമുക്ക് ഇഷ്ടമില്ല, അത് നമ്മളെ ഹാം ചെയ്യുന്നില്ലെങ്കിൽ വിട്ടേക്കുക. അതെ, ഞാൻ പറഞ്ഞത് ഒരാൾക്ക് അതുകൊണ്ടൊരു ഉപദ്രവം ഇല്ലെങ്കിൽ, ഒരു സമൂഹത്തിന് അതുകൊണ്ടൊരു ബുദ്ധിമുട്ട് ശല്യം ഇല്ലെങ്കിൽ മറ്റുള്ളവർ ചെയ്യുന്നതുകൊണ്ട് നമുക്കിപ്പോ ഒരാളെ റീല് കാണണ്ട, അല്ലെങ്കിൽ ഇത് എന്തിനാണ് ബ്ലോക്ക് ചെയ്താൽ പിന്നെ നമുക്ക് വരില്ലല്ലോ. പിന്നെ വരില്ല. പിന്നെ നമ്മൾ അതിൽ കിടന്ന് ഒന്നാ സമയമില്ല ഈ അല്ലേ, ഇവർക്ക് എവിടെയാണ് സമയം എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇത് ചർച്ച ചെയ്ത് അതിന്റെ വേറെ രസം എന്ന് വെച്ചാൽ, ഇപ്പൊ നിങ്ങൾ ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ഒരാളെ ഇഷ്ടപ്പെട്ടില്ല, അയാൾക്ക് ഒരു നെഗറ്റീവ് കമന്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ ചർച്ച ചെയ്ത് 2 റിപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അത് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റേ വരത്തുള്ളൂ. അത് ഇൻസ്റ്റാഗ്രാമിന്റെ ഒക്കെ അൽഗോരിതം അത് തന്നെയാണ്. അപ്പൊ പിന്നെ നിങ്ങൾ അതിനകത്തിലായി പോകും. അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനില്ലേ, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിലേക്ക് സോഷ്യൽ മീഡിയ കുട്ടികളുടെ കൂടുതൽ ക്ലാസ് അടങ്ങിയ CD ഇതിന്റെ ബാഗിൽ 20 രൂപ വാർത്തശങ്കറിന്റെ സോഷ്യൽ മീഡിയ അവലോകനം CD ഇത് തൊട്ട് ബാക്കിൽ 20 രൂപയ്ക്ക്. ഓക്കെ, അപ്പൊ ഇനി നമ്മുടെ ടോപ്പിക്കിലേക്ക്. കല്യാണം എന്ന് പറയുന്നത് പണ്ടൊരു കോൺസെപ്റ്റ് ആയിരുന്നു, ഇപ്പൊ കുറച്ചുകൂടെ മാറി വന്നിട്ടുണ്ട്. സോ അപ്പം നിങ്ങളുടെ മനസ്സിലുള്ള ഒരു, ഇപ്പം പണ്ട് ഈ പറയുന്ന പോലെ ജാതകം, അങ്ങനെ പ്രശ്നങ്ങള്, കാര്യങ്ങള്, അങ്ങനെ അതൊക്കെ ഒരു അതൊക്കെ ഒരു പ്രശ്നമാണോ, അല്ലെങ്കിൽ അത് ആക്ച്വലി നിങ്ങളുടെ ഒരു കോൺസെപ്റ്റ് എന്താണ് കല്യാണത്തിനെ പറ്റിയിട്ട്? ഗൗരിന്ന് ഗൗരി ഈ ജാതകം എന്ന് പറയുന്നത് അന്നും ഇന്നും അത് വിശ്വസിക്കുന്നവർക്ക് പ്രശ്നമാണ്. ഒന്നാമത്തെ കാര്യം എനിക്കങ്ങനെ
എന്തിനാ ഉണ്ടല്ല ജാതകം പറഞ്ഞിട്ട് ഇനി പിന്നെ ജാതകം എനിക്ക് ജാതകമായിട്ടൊരു ബന്ധമില്ല. അല്ല, കല്യാണത്തെ പറ്റിയുള്ള കല്യാണത്തിന് എന്ത് കല്യാണം തന്നെ അങ്ങനെയല്ല. കല്യാണം ഇഷ്ടപ്പെടുന്ന ആളെ കല്യാണം കഴിക്കുക, അത്രേ ഉള്ളൂ. കല്യാണം ഇഷ്ടപ്പെടുന്ന അല്ല, കല്യാണം എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടുന്ന ആളെ കല്യാണം കഴിക്കുക. നമ്മളെ ഗ്യാസ് ഉണ്ടോ? ഇല്ല, ഗ്യാസ് ഒന്നും സീരിയസ്ലി പറഞ്ഞ അല്ല. ഞാൻ ഈ ജാതകമൊന്നും അതിലൊന്നും എനിക്ക് വലിയ ഇതൊന്നും ഇല്ല. ഇഷ്ടപ്പെടുന്ന ആളെ കല്യാണം കഴിക്കുക, അത്രേ ഉള്ളൂ. അതേ ഉള്ളൂ. അത്രേ ഉള്ളൂ, സിമ്പിൾ. എനിക്ക് അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി കാർത്തിക്കിന്റെയോ? ഇപ്പൊ യെസ്, ഡെഫിനറ്റ്ലി പഴയ കോൺസെപ്റ്റ് ഒക്കെ മാറിയിട്ടുണ്ട്. ഇപ്പം പലർക്കും ചിലർക്ക് കല്യാണം കഴിക്കാതെ ജീവിക്കുന്നവർ, അതൊക്കെ ഇപ്പോൾ വളരെ കോമൺ ആയിട്ട് വന്നിട്ടുണ്ട് ആളുകൾക്ക്. അത് വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പൊ എൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണം കഴിക്കണം എന്നൊക്കെയുള്ള എല്ലാ ആഗ്രഹം പോലെയാണ്. അണ്ണനൊക്കെ കല്യാണം കഴിച്ചാണ് കുട്ടികളൊക്കെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നത്. അപ്പോൾ അതുപോലെ ഈ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, കല്യാണം എൻ്റെ ചുറ്റും കല്യാണം കഴിച്ച ആരും ഹാപ്പി ആയിട്ട് ഞാൻ കാണുന്നില്ല, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംഭവങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് അവരുടെ ഇതിൽ ശരിയായിരിക്കാം. പക്ഷേ കല്യാണം കഴിച്ച് ഇപ്പം എൻ്റെ അച്ഛനും അമ്മയും കല്യാണം കഴിച്ച് ഹാപ്പി ആയിട്ട് ഇത്രയും വർഷം ജീവിച്ചു, ഞാനും അത് കണ്ടുകൊണ്ടാണ് വളർന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ആ മാരേജ് ലൈഫിൽ എൻ്റെ സുഹൃത്തുക്കളും അങ്ങനെ ജീവിക്കുന്നുണ്ട്, എല്ലാവരുടെയും കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ എനിക്കതൊന്നും രണ്ടാമത് വേറൊരു ചിന്തിക്കേണ്ട കാര്യമില്ല. അപ്പം പിന്നെ കല്യാണത്തിലേക്കൊക്കെ വരുമ്പോൾ കല്യാണമല്ല ഏറ്റവും പ്രധാനമായിട്ട് രണ്ട് മനസ്സുകൾ ഒരുമിച്ച് പോകുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ അത് ഇപ്പോൾ ഞാൻ തൊട്ട് മുമ്പത്തെ ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ പറഞ്ഞായിരുന്നു, ഇപ്പോൾ നമ്മൾ പുറമേ കാണുന്ന അല്ലെങ്കിൽ പുറമേ ഉള്ളതുപോലെ അല്ല, നമുക്ക് നമ്മൾ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു പേഴ്സണൽ സ്പേസിൽ നമുക്ക് എങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും. നമ്മൾ പുറമേ ചിലപ്പോൾ ആൾക്കാരെ കാണിക്കാനൊക്കെ ഹാപ്പി ആയിരിക്കാം, പലതും പറഞ്ഞിരിക്കാം, ഓക്കെ. പക്ഷേ നമ്മുടെ ഒരു പേഴ്സണൽ സ്പേസിൽ നമുക്ക് എത്രത്തോളം ഹാപ്പി ആയിട്ടും എത്രത്തോളം കംഫർട്ടബിൾ ആയിട്ടും ഇരിക്കാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. ഇപ്പോൾ വേറെ ഇപ്പോൾ ചില ആളുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറമേ കാണുന്ന ഒരുപാട് പേരെ ഉദാഹരണം നോക്കുന്നുണ്ട്. അവർ ആ കപ്പിളിനെ കണ്ടില്ല, അവർ എത്ര ഇതായിട്ടാണ് നിൽക്കുന്നത്, ഇത് ഈ കപ്പിളിനെ കണ്ടില്ല, ഇങ്ങനെ നിൽക്കുന്നത്. അവരങ്ങനെ ആയിരിക്കണമെന്നില്ല. ഒരാളുടെ ഉള്ളിലേക്ക് പോയി ചിലപ്പോൾ അങ്ങനെ ആണെങ്കിൽ നല്ലത്, ഓക്കെ. ബട്ട് മറ്റൊരു ഇത് വെച്ചിട്ട് കമ്പയർ ചെയ്യല്ല നമ്മൾ ചെയ്യേണ്ടത്. വ്യക്തികൾ ഡിഫറെന്റ് ആണ്. അതെ അതെ അതെ, വ്യക്തികൾ ഡിഫറെന്റ് ആവുമ്പോൾ ഇഷ്ടങ്ങൾ ഡിഫറെന്റ് ആവും. അപ്പം അത് വർക്കായാൽ തന്നെ കല്യാണം എന്ന് പറയുന്നത് അത് ജസ്റ്റ് ഒരു ചടങ്ങ് മാത്രമാണ്. പിന്നെ കല്യാണത്തിലൂടെ ചിലപ്പോൾ ഫാമിലീസ് കൂടെ ഒന്ന് എൻ്റർ ആവും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ ജാതകം എന്ന് പറയുന്ന സാധനം അങ്ങനെയൊക്കെ ഒരു പക്ക അത് കറക്റ്റ് ആയില്ലെങ്കിൽ അത് ശരിയാവില്ല, അങ്ങനെയൊക്കെ ഒരു ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് അല്ലേ. അങ്ങനെ അല്ലാതെ ജീവിക്കുന്ന എത്രയോ പേരുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പം പണ്ട് ഒരു സമയത്തിന് മുമ്പ് വരെ പീരീഡ്സ് ആയി കഴിഞ്ഞാൽ വീട്ടിൽ കയറ്റാതെ അവിടെ നിൽക്കുന്നത് അങ്ങനെയൊക്കെ അതിന് മാറ്റങ്ങൾ സംഭവിച്ചില്ലേ. പണ്ടൊക്കെ എന്ന് വെച്ചാൽ പീരീഡ്സ് എന്ന് പറയാൻ പോലും ഇങ്ങനെ പറയുന്ന ഒരു ഇന്ന് നമ്മൾ ഒരുപാട് മാറിയില്ലേ. അപ്പൊ അതുപോലെ മാറ്റങ്ങൾ സംഭവിക്കും ജാതകത്തിന്റെ ആയാലും മറ്റു കാര്യത്തിൽ എല്ലാ കാര്യത്തിലും. അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ്. കാലഘട്ടത്തിൻ്റെതായ മാറ്റങ്ങൾ എന്തായാലും ഇപ്പൊ ജാതകം നോക്കുന്നവർ നോക്കുന്നുണ്ട്, ഇല്ലാത്തവർ നോക്കുന്നില്ല. ബാക്കി ഇപ്പം ഹിന്ദു കാസ്റ്റിലല്ലേ ജാതകം ഉള്ളൂ, ബാക്കി എല്ലാവരും ജാതകം നോക്കുന്നില്ലല്ലോ. നോക്കിയിട്ട് പൊളിക്കുന്ന എത്ര പേരുണ്ട്, നോക്കാതെ ചെയ്യുന്ന എത്രയുണ്ട്. എല്ലാ പൊരുത്തങ്ങളും ഒത്തു വന്നിട്ടും പിന്നീട് പ്രശ്നങ്ങൾ വന്നിട്ട് പിരിയാറുണ്ടല്ലോ. കയ്യിരിപ്പാണ് മെയിൻ. ഞാനിപ്പോ ഇതായിട്ട് പറഞ്ഞത് ഈ പറഞ്ഞ നമ്മളെ കയ്യിലിരിപ്പ്. അങ്ങനെ ആ കയ്യിൽ കൊണ്ട് കല്യാണം നടക്കാൻ വേണ്ടി നടക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ കഥയാണ് മത്സര വലിച്ച് വീണ്ടും ഇവിടെ കൊണ്ടിട്ടുണ്ട്. മത്സര ക്ലബ്ബിൽ ഈ ജാതകത്തിന്റെ ഒരു സംഭവം പറയുന്നുണ്ട്, ചൊവ്വാദോഷം എന്ന് പറയുന്ന ഒരു സംഭവം മെൻഷൻ ചെയ്യുന്നൊക്കെ ഉണ്ട്. നമ്മുടെ കാരന്റെ പേര് തന്നെ ചൊവ്വ വേണു എന്നാണ്. അപ്പൊ നമ്മളുടെ ഉണ്ണിച്ചേട്ടൻ പറഞ്ഞില്ലല്ലോ, കുറച്ചൊന്ന് അവിടെ ഇവിടെ തട്ടി ഇങ്ങനെ ജസ്റ്റ് പറഞ്ഞു വിട്ടതേ ഉള്ളൂ. ഒരു കോൺസെപ്റ്റ് എങ്ങനെയാണ് ജാതകത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജാതകം നേരത്തെ പറഞ്ഞ പോലെ അതിന് വിശ്വസിക്കുന്നവർക്ക് ദൃഷ്ടാന്തോ അങ്ങനെ എന്തോ നമ്മൾ വിശ്വസിക്കുന്ന ദൃഷ്ടാന്തോ അങ്ങനെ എന്തോ ഒരു പരിപാടിയാണ് സംഭവം. അപ്പോൾ അതിൽ വിശ്വസിക്കുന്നവർക്ക് അവരുടെ വിശ്വാസത്തിൽ ഊന്നി ചെയ്യാം. അത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ പൊരുത്തങ്ങളും ഒത്തു വന്നിട്ടും അടിച്ചു പിരിഞ്ഞു പോകുന്ന ടീമുകളുണ്ട്. ജാതകം എഴുതാത്ത ആൾക്കാരില്ലേ ലോകത്ത്? എല്ലാം കഴിഞ്ഞാൽ ജാതകം നോക്കി എല്ലാം കഴിക്കണം നോക്കുന്നില്ല. സംഭവം രണ്ട് മനുഷ്യന്മാർക്ക് മനസ്സിലാക്കി അവര് ജീവിക്കാൻ പറ്റണം, അതല്ലേ കല്യാണം. അത്രേ ഉള്ളൂ. അതാണ് സംഭവം. എനിക്ക് അങ്ങനെ തോന്നുന്നു, രണ്ടുപേർക്ക് അണ്ടർസ്റ്റാൻഡിങ് ആണ്. പാർട്ട്ണർ ഇങ്ങനെയുള്ള ആളാണെന്ന് നമ്മൾ സ്വയം തീരുമാനിക്കുക. പിന്നെ ഇപ്പൊ കൂടുതലും ആളുകൾ അവർ ഈ ജാതകമൊക്കെ നോക്കാൻ പ്രേരിതരാകുന്നത് അവരുടെ പേരൻസിനെ വെച്ചിട്ടാണ്. കാരണം അവർ പഴയ ആളുകൾ, പഴയ ചില ചിന്താഗതികളൊക്കെ ഉള്ളത് കൊണ്ടാണ് അവർക്ക് അതൊക്കെ നോക്കണം എന്ന് പറഞ്ഞാൽ ഒരു ചടങ്ങ് പോലെ. ഇപ്പൊ കല്യാണം പോലെ തന്നെയാണ് ഈ ജാതകം നോക്കലും. ചിലർക്ക് ഇപ്പൊ കല്യാണത്തെ വിശ്വസിക്കാത്ത ആളുകളുണ്ട്, എന്ന് പറയുന്ന പോലെ ജാതകത്തെ വിശ്വസിക്കാത്ത ആൾക്കാരുണ്ട്. ഈ വിവാഹ ജീവിതത്തെ പറ്റിയുള്ള CD നേരത്തെ പറഞ്ഞ ഒരു കാര്യം ആലോചിച്ചു. ഇപ്പൊ ഉള്ള ഈ പ്രീ ജഡ്ജ് ചെയ്തിട്ട് ഇപ്പൊ ഏതൊരു സിനിമയിൽ ഞാൻ കണ്ടായിരുന്നു, എന്റെ എല്ലാ കോളംസും ടിക്ക് വീണല്ലേ ഞാൻ കല്യാണം. അങ്ങനെ ഇപ്പൊ നമ്മൾ ഡിമാൻഡ് ചെയ്യപ്പെടുന്ന പോലെ ഒരാൾ വേണം എന്ന് ആഗ്രഹിക്കുന്ന അത് നമ്മുടെ അങ്ങനെയല്ലല്ലോ വേണ്ടത്. ഇപ്പൊ അവരുടേതായിട്ടുള്ളൊരു വ്യക്തിത്വം ഉണ്ടാവും, നമ്മളായിട്ടുള്ള വ്യക്തിത്വം ഉണ്ടാവും. അവിടെ ഒരു ഇതുണ്ടാവണം. ഈ ടിക്ക് മാർക്ക് അത് കഴിഞ്ഞ് 3 മാസം കഴിയുമ്പോൾ വർക്ക് ആവുന്നില്ല. ഈ റിലേഷൻഷിപ്പ് ഞാൻ ഒരു കാര്യം പേഴ്സണൽ ലൈഫിൽ പുള്ളിയുടെ ക്യാരക്ടർ എന്താണെന്ന് ചോദിക്കാൻ മനസ്സിലാക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് വണ്ടിക്കൂലി ചെലവാക്കി
കല്യാണവും ജാതകം ചോദിച്ചത് ആ പരീക്ഷയും അവിടെ നിന്ന് ഒരു പേര് എന്നെ കുറെ കൂട്ടിട്ട് ചേർന്ന് താങ്ക്സ്. ചില കൊണ്ട് ഞാൻ കൊണ്ട് വീട്ടിൽ കൊണ്ടിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഉണ്ണിച്ചേട്ടന്റെ ക്യാരക്ടറിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് അറിയോ? ക്യാരക്ടറിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ ഫുള്ള് കഥ പറയേണ്ടി വരും. ക്ലൈമാക്സ് ഒഴിച്ച് ബാക്കിയില്ല. അല്ല, ഇദ്ദേഹത്തിന്റെ ക്യാരക്ടർ പറയാമല്ലോ. ഇപ്പൊ ഞാന് എന്നുവെച്ചാൽ കെട്ടുപ്രായം കഴിഞ്ഞ് ഒരുപാട് കാലങ്ങൾ ആയ ഒരാളാണ്, സൽസ്വഭാവിയാണ്. എന്നിട്ടും അതിവിടെ എവിടെയും പരാമർശിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരാളിന് മറുപ്പെണ്ണ് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ പുള്ളിക്ക് അതിൻ്റെതായ ഫ്രസ്ട്രേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊരു കുരുക്ക് പിടിച്ചൊരു കല്യാണം, ക്ലബും കല്യാണ വീടും. സത്യം പറഞ്ഞാൽ ലൊക്കേഷൻസ് ഒരു 4 ലൊക്കേഷൻസേ ഉള്ളൂ. ക്ലബ്ബ് കഴിഞ്ഞാൽ നേരെ കല്യാണ വീടാണ്. അപ്പം അവിടെ ഇവിടെ നടക്കുന്ന ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പരിപാടിയാണിത്. ഈ ഒരാളെ ചുറ്റിപ്പറ്റി ഒരുപാട് ആൾക്കാരുണ്ട്. അതെ, അതൊരു എന്നെ ചുറ്റിപ്പറ്റി കുറെ ആൾക്കാരുണ്ട്. ഞങ്ങളെ ചുറ്റിപ്പറ്റി ഒരു ഗ്രാമമുണ്ട്. ആ ഗ്രാമത്തിലെ മെയിൻ ആയിട്ടുള്ള ഒരു വില്ലൻ എന്നൊക്കെ പറയാൻ പറ്റുന്ന എന്റെ അച്ഛൻ. എന്റെ അച്ഛൻ ഓക്കെ 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 ഓക്കെ. അപ്പൊ അപ്പൊ ധ്യാൻ ചേട്ടൻ ഇതിനകത്തൊരു മെയിൻ ആയിട്ടുള്ള ക്യാരക്ടർ ആണോ ചെയ്യണത്? പുള്ളി മറ്റേ ഒരു ഇമ്പോർട്ടന്റ് ക്യാരക്ടറാണ്. അപ്പൊ അത് കാമിയോ. ഓക്കെ, അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഇനോഗ്രേഷന് വേണ്ടി അല്ലല്ല, എല്ലാം തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. ഇനാഗുറേഷൻ അല്ല, എല്ലാവരും ക്ലബിന്റെ ഉദ്ഘാടനത്തിന് അല്ലല്ല. അത് നമ്മൾ അങ്ങനെ ഒരു പരിപാടി കണ്ടന്റ് പിടിച്ചിങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. പുള്ളി ഒരു ക്യാമിയോ പരിപാടിയാ. ഇതിനകത്തിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ആദ്യമേ തൊണ്ട ചിലടത്തായി മെൻഷൻ ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. പടത്തിലുള്ള ആളാണ്. ക്ലബ് ഉദ്ഘാടനത്തിൽ വരുന്നതല്ല. ഓക്കെ, അപ്പൊ എന്തായാലും ഈ വത്സല ക്ലബ് ഒരു ക്രിഞ്ച് കല്യാണം എന്തായാലും അടിപൊളി ആകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ആൻഡ് ഇവിടെ നമ്മൾക്ക് വേണ്ടി ഇത്രയും ടൈം സ്പെൻഡ് ചെയ്തതിന് റിലീസ് എന്ന് പറഞ്ഞു സെപ്റ്റംബർ 26. അറിയാം, ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്. എല്ലാരും ഒന്നുകൂടെ പറഞ്ഞോളൂ. അതെ, നമ്മുടെ ഒരു കൊച്ചു പടമാണ്. നിങ്ങൾക്ക് എന്തായാലും ലാഗടിക്കാതെ കണ്ടിരിക്കാൻ പറ്റിയ നമ്മുടെ കുറേ സുഹൃത്തുക്കൾ ചേർന്നുണ്ടാക്കിയ ഒരു കുഞ്ഞു പടം. ഇത് തിയേറ്ററിൽ സെപ്റ്റംബർ 26 വരെയാണ്. നിങ്ങളെല്ലാവരും നമ്മളെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി പടം കാണണം. നിങ്ങൾ മലയാളികൾ ഇപ്പോൾ എത്ര ഉണ്ടാലും എല്ലാവരും പോയി കണ്ടില്ലേ, പകുതി പേര് പോയി കണ്ടാലും നമ്മുടെ സുഹൃത്തുക്കൾ പോയി കണ്ടാലും ഈ പടം വിജയിക്കുന്ന പടമാണ്. കാരണം അത്രയും കുറച്ച് ചെറിയ ബഡ്ജറ്റ് കുറച്ച് അടിച്ചതാണ്. പുതിയ ആള്, പുതിയ അധികം എന്താ പറയുക സിനിമകളിലൊന്നും അഭിനയിക്കാത്ത നമ്മളെ പോലുള്ള പുതിയ കുറച്ച്. ഞാൻ എന്റെ കാര്യമാണോ പറഞ്ഞത്? ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ചിലപ്പോ നിങ്ങൾക്ക് ഞാൻ തെലുങ്കിൽ എനിക്ക് താരജാട തോന്നി. അപ്പോൾ ഇതുപോലെ കുറച്ച് പുതിയ ആളുകളെയൊക്കെ വെച്ചിട്ട് ചെയ്യാനായിട്ടൊരു ധൈര്യം ഇതിൻ്റെ ടീം കാണിച്ചേക്കാണ്. അപ്പോൾ അത് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇത് ഇനിയും ഒരുപാട് നല്ല പരിപാടികൾ ഞങ്ങളെ തേടി വരും. അല്ലെങ്കിൽ ഈ ഒരു ടീമിനെ വെച്ചൊക്കെ ചെയ്യാനായിട്ട് ഒരുപാട് പേർക്ക് പ്രചോദനമാവും. കാരണം ഇപ്പോഴത്തെ വലിയ വലിയ ബഡ്ജറ്റുകളില്ലാതെ കൊച്ചു കൊച്ചു സിനിമകൾ ചെയ്യാൻ ഒരുപാട് പേര് അതൊരു പ്രചോദനമാവും ഇത് നിങ്ങൾ വിജയിപ്പിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ സെപ്റ്റംബർ 26 വരിക. ഓക്കെ, അപ്പൊ എന്തായാലും വിഷിംഗ് യു ഓൾ ദ വെരി ബെസ്റ്റ്. എന്തായാലും ഒരു അടിപൊളി സിനിമയായിട്ട് ഇങ്ങനെ വരട്ടെ എന്ന് ആശംസിക്കുന്നു. കാണണം കേട്ടോ, കാണണം. Yes, definitely. Okay, so thank you so much everyone and bye. Make every wedding unforgettable. Joya Lucas, world's favorite jeweler.